ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമാതാവിന് സഹരക്ഷക, അതോടൊപ്പം തന്നെ സകല കൃപകളുടെയും മധ്യസ്ഥ എന്നീ വിശേഷണങ്ങൾ അല്ലെങ്കിൽ സ്ഥാനപ്പേരുകൾ നൽകുന്നത് ഒഴിവാക്കണമെന്ന് ഇപ്പോൾ തിരുസഭ പഠിപ്പിച്ചിരിക്കുകയാണ്. നവംബർ 4-ാം തീയതി വത്തിക്കാൻ്റെ വിശ്വാസ തിരുസംഘം പുറത്തിറക്കിയ മാറ്റർ പോപ്പുലി ഫിദേലിസ് എന്ന പ്രബോധനക്കുറിപ്പിലൂടെയാണ് ഈ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. അപ്പോൾ വർഷങ്ങളായി, വേറൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന ചർച്ചകൾക്കും ഒരുപക്ഷെ ആശയക്കുഴപ്പങ്ങൾക്കും പൂർണ്ണ വിരാമം ഇട്ടുകൊണ്ടാണ് ഈ ഒരു പ്രബോധനം ഇപ്പോൾ നൽകപ്പെട്ടിട്ടുള്ളത്. ഇതിനോട് സമ്മിശ്ര പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർ പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും ഇതിനൊരു വ്യക്തത വന്നല്ലോ, പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് വിളിക്കാമോ അതോ വിളിക്കാൻ സാധിക്കില്ല എന്നതിന് ഒരു വ്യക്തമായ പഠനം പ്രബോധനം നൽകപ്പെട്ടിട്ടുണ്ടല്ലോ. എന്നാൽ സാധാരണ വിശ്വാസികളെ, നമ്മളെപ്പോലുള്ളവരൊക്കെ പറയുന്നത്, ഇനി പരിശുദ്ധ അമ്മയെ മാധ്യസ്ഥയെന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ലേ, ഇനി സഹരക്ഷകയാമൻ അമ്മയെന്ന് ഇനി ആലപിക്കാനായിട്ട് സാധിക്കുകയില്ലേ? ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ, ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് സഭ ഇപ്പോൾ പഠിപ്പിച്ചിരിക്കുന്നത്? 2 കാര്യങ്ങളാണ് ചെയ്യരുത്, അല്ലെങ്കിൽ 2 അഭിസംബോധനകളാണ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകരുതെന്ന് ഇപ്പോൾ തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് കോ റിഡംട്രിക്സ് അഥവാ സഹരക്ഷക. രണ്ടാമതായിട്ട് മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് അല്ലെങ്കിൽ സകല കൃപകളുടെയും മധ്യസ്ഥ. നമുക്ക് ആദ്യത്തെ തന്നെ പരിഗണിക്കാം. കോ റിഡംട്രിക്സ് അഥവാ സഹരക്ഷക എന്ന് പരിശുദ്ധ അമ്മയെ ഇനിമേൽ അഭിസംബോധന ചെയ്യാനായിട്ട് പാടില്ല. പരിശുദ്ധ കന്യാമാതാവിന് രക്ഷാകര ചരിത്രത്തിൽ വളരെ വിശിഷ്ടമായ റോൾ അല്ലെങ്കിൽ പങ്കാണുള്ളത്. അത് ഈ ഒരു ഡോക്യുമെൻ്റ് പ്രകാരം അല്ലെങ്കിൽ വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 തരത്തിലാണ് പരിശുദ്ധ അമ്മയ്ക്ക് രക്ഷാകര ചരിത്രത്തിലുള്ള പങ്ക് എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് തന്നെ ക്രിസ്തുനാഥൻ്റെ മനുഷ്യാവതാര വേളയിൽ അവിടുത്തേക്ക് ജന്മം നൽകിക്കൊണ്ട്, അവിടുത്തെ പീഡാനുഭവ വേളയിൽ, കുരിശവരണ വേളയിൽ കുരിശോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ നിർവഹിച്ച ആ വലിയൊരു ദൗത്യം, അതിനെ തിരുസഭ ഇന്നും ഏറ്റുപറയുന്നുണ്ട്, ഈ ഡോക്യുമെൻറ്റിലൂടെയും ഏറ്റുപറയുന്നുണ്ട്. രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഇന്ന് സഭയിലുള്ള സ്ഥാനം, നമ്മുടെയൊക്കെ മേലെ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സ്വാധീനം. അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നുണ്ട്, നമ്മുടെ സ്വന്തം അമ്മയാണ്, നിത്യസഹായ മാതാവാണ്. അപ്പോൾ ഈ ഒരു വിധത്തിൽ പരിശുദ്ധ അമ്മയെ നമുക്ക് വീണ്ടും ആദരവോടുകൂടി തന്നെ കാണേണ്ടതുണ്ട്. 2 തരത്തിലാണ് മറിയത്തിന് സഭയിലുള്ള പങ്ക്. എന്നാൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ സഭയുടെ ആദിമ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ വായിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും 4 തരത്തിലാണ് മറിയത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതും പ്രബോധനങ്ങൾ നൽകപ്പെടുന്നതും. ഒന്നാമതായിട്ട് മറിയം ദൈവമാതാവാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് സഭയുടെ ആദിമ പ്രബോധനങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തിലുമൊക്കെ. അവിടുന്ന് മറിയം നിത്യകന്യകയാണ്. മൂന്നാമതായിട്ട് മറിയം അമലോത്ഭവയാണ്, അവൾ പാപക്കറ ഏശാത്തവളാണ്. 4-മതായിട്ട് മറിയം പുതിയ ഹൗവയാണ്. പക്ഷേ ഇതിനൊന്നും തിരുസഭ ഇന്ന് വിലക്ക് ഏർപ്പെടുത്തുന്നില്ല. നമ്മളോട് പറയുന്നത് സഹരക്ഷക എന്ന് മാത്രം വിളിക്കരുത് എന്ന് മാത്രമാണ്. അതായത് കോ റിഡംട്രിക്സ്. ഈ കോ റിഡംട്രിക്സ് എന്ന അഭിസംബോധന ആദ്യം പ്രത്യക്ഷപ്പെട്ടത് 15-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് കേട്ടോ. ആദിമസഭയിലൊന്നും ഈ ഒരു അഭിസംബോധനയോ മറിയത്തിന് ഈ ഒരു വിശേഷണമോ ഒരിക്കലും നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. 15-ാം നൂറ്റാണ്ടിൽ രക്ഷകൻ്റെ മാതാവ് അഥവാ മദർ ഓഫ് ദ റിഡീമർ എന്നൊരു അഭിസംബോധന ഉയർന്നു. രക്ഷകൻ്റെ മാതാവ്, അത് ഇവന് ലോപിച്ച് മദർ ഓഫ് ദ റിഡീമർ ലോപിച്ച് റിഡംട്രിക്സ് ആയി മാറി. പിന്നീടത് കോ റിഡംട്രിക്സ് ആവുകയാണ് ചെയ്തത്. വിശുദ്ധ ബെർണാഡിനെ പോലുള്ള വിശുദ്ധന്മാരാണ് ആദ്യ കാലഘട്ടങ്ങളിൽ മറിയത്തെ കോ റിഡംട്രിക്സ് അല്ലെങ്കിൽ സഹരക്ഷക എന്ന് അഭിസംബോധന ചെയ്തത്. ഇന്ന് നമുക്ക് വലിയ ആശയക്കുഴപ്പത്തിന് കാരണമായിരിക്കുന്നത് പല മാർപ്പാപ്പാമാരും തങ്ങളുടെ ചില പ്രബോധനങ്ങളിൽ, ചില ലേഖനങ്ങളിൽ, ചില പ്രസംഗങ്ങളിലൊക്കെ മറിയത്തെ സഹരക്ഷക എന്ന് അഭിസംബോധന പോലും ചെയ്തിട്ടുണ്ട്. 10-ാം പിയൂസ് മാർപ്പാപ്പായുടെ കാലഘട്ടത്തിലാണ് അന്നിറങ്ങിയ ഒരു ഡോക്യുമെൻറ്റിൽ ആദ്യമായിട്ട് കോ റിഡംട്രിക്സ് എന്നൊരു പരാമർശമുള്ളത്, സഹരക്ഷക. എന്നാൽ 11-ാം പിയൂസ് മാർപ്പാപ്പായാണ് മറിയത്തെ ആദ്യമായിട്ട് സഹരക്ഷക എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അത് മാത്രമല്ല, ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പോലും 7 പ്രാവശ്യം പരിശുദ്ധ കന്യാമാതാവിനെ സഹരക്ഷക എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഈ മാർപ്പാപ്പമാരുടെയൊക്കെ പ്രബോധനത്തിൽ ഇവയൊന്നും ഔദ്യോഗിക പ്രബോധനങ്ങളല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറിയത്തെ കോ റിഡംട്രിക്സ് അല്ലെങ്കിൽ സഹരക്ഷകയായിട്ട് ഔദ്യോഗിക സ്ഥാനം നൽകി ഈ മാർപ്പാപ്പമാരൊന്നും തന്നെ ആദരിക്കുന്നില്ല. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പായോ 10-ാം പിയൂസ് മാർപ്പാപ്പായോ 11-ാം പിയൂസ് പാപ്പായോ ഒന്നും തന്നെ
മറിയം സഹരക്ഷകയാണ് എന്ന് ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നില്ല. പക്ഷേ രക്ഷകന്റെ മാതാവ് എന്ന നിലയിൽ, രക്ഷയുടെ അടയാളമായി കുരിശിനോട് ചേർന്ന് നിന്നവൾ എന്ന നിലയിൽ അവൾക്ക് നൽകുന്ന ഒരു വിശേഷണം മാത്രമാണ് മറിയം സഹരക്ഷകയാണ് അഥവാ കോ റിഡംട്രിക്സ് ആണ് എന്നുള്ളത്. എന്നാൽ 1996 കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ, നമുക്കെല്ലാം അറിയാം, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ കർദിനാളായിരുന്ന ആ കാലഘട്ടത്തിൽ മറിയം സഹരക്ഷകയാണ് എന്ന വാദഗതിയോട് കർദിനാൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. 1996 മാത്രമല്ല 2002 കാർഡിനൽ ജോസഫ് റാറ്റ്സിംഗർ പറയുന്നുണ്ട്, മറിയത്തെ സഹരക്ഷക എന്ന് അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന പ്രബോധനങ്ങൾക്ക് നിരക്കാത്തത് ആണ്. കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായവും കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിലെ ചില വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്, സഹരക്ഷക എന്നുള്ള ടൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു അഭിസംബോധന തീർച്ചയായിട്ടും തെറ്റാണ്. രക്ഷകനായിട്ടുള്ളത് ക്രിസ്തു മാത്രമാണ്. ഉദാഹരണത്തിന് കൊളോസോസ് 1:19 പറയുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ സർവ്വസമ്പൂർണതയും ദിവസിരിക്കണമെന്ന് ദൈവം തിരുമനസ്സായി, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ക്രിസ്തുവാണ് ഏകരക്ഷകൻ. ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന പ്രബോധനത്തിന് വിപരീതമാണ് മറിയത്തിന് നമ്മൾ നൽകുന്ന ഈ ഒരു വിശേഷണമെന്നാണ് കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പായും മറിയം സഹരക്ഷകയാണ് എന്നുള്ള വാദഗതിയെ എതിർക്കുന്നുണ്ട്. മാർപ്പാപ്പ പറയുന്ന ഇപ്രകാരമാണ് ഇംഗ്ലീഷിൽ, അവർ ലേഡി ഡിഡ് നോട്ട് വാണ്ട് ടു ടേക്ക് അവേ എനി ടൈറ്റിൽ ഫ്രം ജീസസ്. പരിശുദ്ധ കന്യാമറിയത്തിന് ഈശോയുടേതായിട്ടുള്ള ഒരു ടൈറ്റിൽസും അപഹരിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ലായിരുന്നു. So she did not ask for herself to be called a co-redeemer. There is only one redeemer and this title cannot be duplicated. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നും എനിക്ക് സഹരക്ഷക എന്ന സ്ഥാനം നൽകണമെന്ന് അമ്മ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അതുതന്നെയാണല്ലോ അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സഹരക്ഷക എന്ന് പരിശുദ്ധ അമ്മയെ നമുക്ക് ഇനിമേൽ വിളിക്കാൻ സാധിക്കുകയില്ല. യേശു മാത്രമാണ് രക്ഷകൻ, ഏകരക്ഷകൻ. രണ്ടാമതായിട്ട് സകല കൃപകളുടെയും മധ്യസ്ഥ അഥവാ മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് എന്നും മറിയത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് സാധിക്കില്ല. കേരളത്തിലെ ചില മുഖ്യധാര മാധ്യമങ്ങൾ ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, മറിയത്തോടുള്ള പ്രാർത്ഥന മധ്യസ്ഥ എന്ന വിശേഷണം ഒഴിവാക്കണം, വിശ്വാസികളുടെ അമ്മ എന്ന് മാത്രമേ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒത്തിരിയധികം കൺഫ്യൂഷൻ, ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ചിലർ വിളിച്ചന്വേഷിച്ചു, അച്ഛാ ഇനി നമുക്ക് മറിയത്തെ മധ്യസ്ഥ എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല എന്ന്. നമുക്ക് എന്താണ് ഈ ഡോക്യുമെൻ്റ് പഠിപ്പിക്കുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഡോക്യുമെൻ്റ് പ്രകാരം ഈ മീഡിയേഷൻ, മറിയത്തിൻ്റെ മീഡിയേഷൻ അഥവാ മറിയത്തിൻ്റെ മധ്യസ്ഥത, ഇത് പൗരസ്ത്യ സഭകളിലാണ് ഈ ഒരു ചിന്ത ആദ്യം ഉരുത്തിരിഞ്ഞത്. അതും 6-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ വിശുദ്ധ ജർമാനൂസ്, വിശുദ്ധ ജോൺ ഡമഷീൻ ഇവരൊക്കെയും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. സാർവത്രിക സഭയിൽ ഏതാണ്ട് 12-ാം നൂറ്റാണ്ട് കൂടിയോടെയാണ് മറിയത്തിൻ്റെ മീഡിയേഷനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായത്. ഇതിൽ എന്താണ് തെറ്റിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മറിയം സകല കൃപകളുടെയും മധ്യസ്ഥ എന്ന് ഇനിമേൽ വിശേഷണം അർഹിക്കാത്തത്? ഇതിന് ഒരൊറ്റ വചനമാണ് കാരണം. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം തിരുവചനങ്ങൾ. വചനം പറയുന്നു, എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനെയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു. നമുക്കറിയാം, ഈശോ മാത്രമാണ് ഏക മധ്യസ്ഥൻ. കാരണം അവനാണ് തന്നെ മോചന മൂല്യമായിട്ട് നൽകിയത്. മറിയം അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മറിയത്തെ ഇനി സകല കൃപകളുടെയും മധ്യസ്ഥ എന്ന് വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും ചോദിക്കുന്നു, അച്ഛാ ഇനി മുതൽ നമുക്ക് മറിയത്തെ നമ്മുടെ മധ്യസ്ഥയായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ലേ? മറിയത്തിന് മധ്യസ്ഥം യാചിക്കാൻ കഴിയില്ലേ? ഇല്ല, അങ്ങനെയൊന്നും സഭ പഠിപ്പിക്കുന്നില്ല. സഭ വളരെ വ്യക്തമായിട്ട് ഈ മീഡിയേഷൻ എന്ന വാക്കിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ ഒരു ഡോക്യുമെൻറ്റിൽ. മീഡിയേഷൻ അഥവാ മധ്യസ്ഥം നമ്മുടെ അനുദിന ജീവിതത്തിൽ പല തരത്തിലാണുള്ളത്.
ഇപ്പം മറിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു, 2 തരത്തിലാണ് മറിയത്തിന് തിരുസഭയിൽ റോളുള്ളത്. ഒന്ന്, യേശുവിൻ്റെ ജീവിതകാലത്തിൽ ജന്മം നൽകിക്കൊണ്ടും കുരിശോട് ചേർന്നതുകൊണ്ടും ഇന്ന് മറിയം നമുക്ക് എന്തായിരിക്കുന്നു. അപ്പോൾ ഇന്ന് മറിയം നമുക്ക് എന്തായിരിക്കുന്നു? മറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നുണ്ടല്ലേ? അമ്മ തീർച്ചയായിട്ടും മാധ്യസ്ഥം യാചിക്കുന്നു. നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന് മുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി അത് നേടിത്തരുന്നവളാണ്. അതിനൊന്നും യാതൊരു മാറ്റവുമില്ല കേട്ടോ, അതിനൊന്നും യാതൊരു മാറ്റവുമില്ല. മറിയം നമ്മുടെ മധ്യസ്ഥയാണ്. അവൾ നിത്യ സഹായ മാതാവ് തന്നെയാണ്. ഇതിനൊന്നും യാതൊരു മാറ്റവുമില്ല. അത് ഒരുതരം മീഡിയേഷനാണ്. നമുക്ക് വേണ്ടി മറിയം ഇന്നെന്ത് ചെയ്യും. ഇനി വചനത്തിൽ കാണുന്ന മാതാവുണ്ട്, അവിടെ അവൾ മീഡിയേഷൻ നടത്തുന്നുണ്ട്. ഗലാത്തിയാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി. അതൊരു മീഡിയേഷനാണ് കേട്ടോ, സ്ത്രീയിൽ നിന്നും ജാതനായി. അതുപോലെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, അല്ലെങ്കിൽ നിൻ്റെ വാക്ക് എന്നിലൂടെ, കണ്ടോ, എന്നിലൂടെ നിറവേറട്ടെ. ഒരു തരം മീഡിയേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ കാണുന്ന കാനായിലെ വിവാഹ വിരുന്ന്, അവിടെയും മറിയത്തിൻ്റെ മീഡിയേഷൻ, മധ്യസ്ഥം നടക്കുന്നുണ്ട്. ഇതിനൊന്നും യാതൊരു മാറ്റവുമില്ല, അതൊക്കെ അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. എന്താണ് വ്യത്യാസം? എന്താണ് സഭ പഠിപ്പിക്കുന്നത്? ഇവിടെ പറയുന്നത് മാത്തർ പോപ്പുലിസ് ഫിദേലിസ് എന്ന ഈ ഡോക്യുമെൻറ്റും അതുപോലെ 2-ാം വത്തിക്കാൻ സൂനഹദോസും നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മീഡിയേഷൻ, മാധ്യസ്ഥം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ എ സബോർഡിനേറ്റ് മാനർ. സബോർഡിനേറ്റ് എന്ന് പറയുന്നത് അല്പം താഴ്ന്നിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയേറ്റർ അല്ലെങ്കിൽ ഒരേയൊരു മീഡിയേറ്റർ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതിനുശേഷമേ ആരുടെയും മീഡിയേഷൻ നടക്കുന്നുള്ളൂ, ആരുടെയും മീഡിയേഷന് പ്രാധാന്യം എന്നുള്ളൂ. പരിശുദ്ധ അമ്മയുടെ മീഡിയേഷന് പോലും പ്രാധാന്യം അല്ലെങ്കിൽ പ്രസക്തി സിദ്ധിക്കുന്നത് യേശു ഏക മധ്യസ്ഥനാണ് എന്നുള്ള സത്യം അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം ഒന്നുകൊണ്ട് മാത്രമാണല്ലോ. അതുകൊണ്ട് മറിയത്തിൻ്റെ മീഡിയേഷൻ അതിന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ മീഡിയേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറിയത്തിൻ്റെ മീഡിയേഷൻ. അതുകൊണ്ട് മറിയത്തെ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായിട്ട് നമുക്ക് ഇനിയും കരുതാം തീർച്ചയായിട്ടും. പക്ഷേ പ്രധാനമായിട്ടും യേശുവിൻ്റെ മെയിൻ ദൗത്യം അവിടുന്ന് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ, സ്വർഗത്തിനും ഭൂമിക്കുമിടയിലുള്ള ഏക മധ്യസ്ഥനാണ്. അതിനുശേഷമാണ്, അല്ലെങ്കിൽ അതോട് ചേർത്ത് നമ്മൾ 2-ാമതായിട്ട് സബോർഡിനേറ്റ് ആയിട്ട് വയ്ക്കുന്നതാണ് മറിയം നമുക്ക് വേണ്ടി മധ്യസ്ഥയാണ് എന്നുള്ള സത്യം. അപ്പോൾ ക്രൈസ്റ്റ് ഫസ്റ്റ് ദെൻ മേരി, അല്ലെങ്കിൽ മറിയത്തിലൂടെ യേശുവിലേക്ക്, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും പലർക്കും ഈ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും നിങ്ങളുമൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ ജനിച്ചവരാണ്. നമ്മൾ ജനിച്ച ആ ഒരു കാലഘട്ടത്തിലെല്ലാം തന്നെ മറിയം സഹരക്ഷകയാണ്, മറിയം ഒത്തിരി ശക്തിയേറിയ മധ്യസ്ഥയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരിയധികം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, വചന പ്രഘോഷണങ്ങൾ നിരന്തരം കേട്ടിട്ടുണ്ട്, നിരവധി ഗാനങ്ങൾ നമ്മൾ ആലപിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഇതുകൊണ്ടൊക്കെ തന്നെ സഹരക്ഷക എന്നുള്ള ഒരു പേര് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പെർമനൻ്റായിട്ട് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. പക്ഷേ സഭ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഉയർന്നു വന്ന ചില വിശേഷങ്ങൾ മാത്രമാണ്. വചനാധിഷ്ഠിതമായതിനെ മുറുകെ പിടിക്കുക. അമ്മയുടെ പേരിനോ അമ്മയ്ക്ക് നമ്മൾ നൽകുന്ന ആദരവിനോ ഒന്നും ഒരു കുറവും വന്നിട്ടില്ല. മരിയ ഭക്തിയിലായിരിക്കുന്നവരെ, മറിയത്തോടുള്ള സ്നേഹത്തിലായിരിക്കുന്നവർ അങ്ങനെ തന്നെ തുടരുക. പക്ഷേ ഈശോയാണ് ഏകരക്ഷകൻ, ഈശോയാണ് ഏക മധ്യസ്ഥൻ എന്ന ഒരു പ്രബോധനം നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ നമുക്ക് കൂടുതൽ അടുത്തറിയുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ആമേൻ.